അനിമൽ ഫാക്ട്സ് എന്ന പരമ്പരയിൽ ഇന്ന് കുതിരകളെക്കുറിച്ചാണ് പറയുന്നത്. യന്ത്രവൽക്കരണത്തിന് മുമ്പുള്ള ലോകത്ത് കുതിരയെപ്പോലെ വിലപ്പെട്ടൊരു ജീവി ഉണ്ടായിരുന്നില്ല. കുതിരയാണ് ലോകത്തെ മുന്നോട്ട് നയിച്ചിരുന്നത്. മാനവരാശിയുടെ പുരോഗതിക്ക് കുതിപ്പ് നൽകിയത് കുതിരയാണ്. കടിഞ്ഞാൺ മനുഷ്യൻ്റെ കൈകളിലായിരുന്നു എന്നു മാത്രം. മനുഷ്യനെ മുതുകിലിരുത്തി കുതിര പിന്നിട്ട ദൂരം ചെറുതല്ല. യന്ത്രവൽക്കരണത്തിൻ്റെ പടിവാതിലോളം അവനെ എത്തിച്ചത് കുതിരയാണ്. പടക്കളമാകട്ടെ കൃഷിസ്ഥലമാകട്ടെ കുതിര മനുഷ്യനോടൊപ്പം വിയർപ്പൊഴുക്കി. ലോകത്തെ വിറപ്പിച്ച വീരനായകന്മാരെ വിജയത്തിൻ്റെ സോപാനത്തിലെത്തിക്കുന്നതിൽ അവരുടെ കുതിരകൾ വഹിച്ച പങ്ക് വിലപ്പെട്ടതാണ്. ലോകം വെട്ടിപ്പിടിക്കാനിറങ്ങിയ മഹാനായ അലക്സാണ്ടറുടെ പടയോട്ടങ്ങൾക്ക് ചിറക് നൽകിയ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട കുതിര ബ്യൂസിഫാലസ്, രജപുത്ര യോദ്ധാവ് റാണ പ്രതാപിൻ്റെ ചേതക്, നെപ്പോളിയൻ്റെ എണ്ണമറ്റ കുതിരകൾ, ചരിത്രത്തിൽ പാദമുദ്ര ചാർത്തിയ എത്രയെത്ര പടക്കുതിരകൾ. കുതിരയുടെ കുളമ്പടിയോളം മറ്റൊരു മൃഗത്തിൻ്റെ കാലൊച്ചയ്ക്കും ചരിത്രം കാതോർത്തിട്ടില്ല. പുരാണ ഇതിഹാസങ്ങളിലാകട്ടെ ചരിത്രത്തിലാകട്ടെ അധികാരത്തിൻ്റെയും പോരാട്ട വീര്യത്തിൻ്റെയും അടയാളമായിരുന്നു കുതിര. അശ്വമേധയാഗം തന്നെ എടുക്കാം. അധികാരമുറപ്പിക്കാനായി അഴിച്ചുവിടുന്നത് യാഗാശ്വത്തെയാണ്. ആ കുതിര പോകുന്ന സ്ഥലമെല്ലാം അശ്വമേധം നടത്തുന്ന വീരന് സ്വന്തം. അവൻ്റെ അധികാരത്തിന് വെല്ലുവിളി ഉയർത്തണമെങ്കിൽ യാഗാശ്വത്തെ പിടിച്ചു കെട്ടണം. മോട്ടോർ വാഹനങ്ങളും കാർഷിക ഉപകരണങ്ങളും എല്ലാം വന്നതോടെയാണ് കുതിരകളുടെ പ്രാധാന്യം കുറഞ്ഞത്. എങ്കിലും ഏത് യന്ത്രത്തിലും കുതിര ശാശ്വതമായൊരു മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ഹോഴ്സ് പവർ അഥവാ കുതിരശക്തി. യന്ത്രത്തിൻ്റെ ശക്തിയുടെ അളവാണ് ഹോഴ്സ് പവർ. കുതിരവണ്ടിയുടെ കാലം കഴിഞ്ഞിട്ടും ഗതാഗത രംഗത്ത് ഇന്നുമുണ്ട് കുതിരയ്ക്കൊരു സ്മാരകം, തീവണ്ടിപ്പാളം. പണ്ടത്തെ കുതിരവണ്ടിയുടെ ചക്രങ്ങൾ തമ്മിലുള്ള അകലമാണ് ഇന്ന് മീറ്റർ ഗേജ് റെയിലുകൾ തമ്മിലുള്ള അകലം. ആധുനിക ലോകത്തിന് അടിത്തറയിടുന്നതിൽ കുതിര വഹിച്ച പങ്ക് ചെറുതല്ല. ഇതുപോലുള്ള വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.